ഒരു കഥാപാത്രമായി തീരണമെങ്കിൽ ഭാവം മാത്രം പോരാ. അനുയോജ്യമായ ശബ്ദമല്ലെങ്കിൽ ആ കഥാപാത്രം വിജയിച്ചെന്ന് വരില്ല. ശാരദ, സീമ തുടങ്ങിയ നിരവധി നടികൾക്ക് ശബ്ദം നൽകി അവരുടെ കഥാപാത്രങ്ങളെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടെത്തിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ടി.ആർ. ഓമന. വളരെ വർഷങ്ങളായി നടിയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ചലച്ചിത്ര രംഗത്ത് നിൽക്കുന്ന ഓമന ചേച്ചിയാണ് ഇന്നത്തെ സ്നേഹപൂർവ്വത്തിലെ അതിഥി. നമസ്കാരം അമ്മ. നടിയായിട്ടും ചലച്ചിത്ര രംഗത്ത് നിന്നിട്ടുണ്ട്. എന്നാലും ഓമന ചേച്ചി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ ഊർവശി, ശാരദയ്ക്കും സീമ ചേച്ചിക്കും ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ള അതൊരു നല്ല ഇത് തന്നെ, ഐഡൻറ്റിറ്റി തന്നെയാണ്. ഇതുവരെ ചേച്ചി ഡബ്ബിങ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏത് ക്യാരക്ടറിനാണ് ഇറ്റ് റിയലി ടച്ച്ഡ് യുവർ ഹാർട്ട്, ഇന്നും ഓർമ്മയുള്ള ഒരു ക്യാരക്ടർ? തുലാഭാരത്തിൽ ശാരദയ്ക്ക് ചെയ്തത് വളരെ സ്ട്രെയിൻ ചെയ്ത ഒരു ക്യാരക്ടറാണ്. പിന്നെ മായ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇത് രണ്ടിലും ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് ഡബ് ചെയ്തതാണ്. ഏത് തരത്തിലുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൂടുതലും കരയുന്ന സീൻസാണ്. കരയുക, വളരെ എമോഷണലായിട്ട് സംസാരിക്കുക, അങ്ങനത്തെ സീൻസൊക്കെ നമുക്ക് ആ ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് എമോഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരഭിനയിക്കുന്ന പോലെ തന്നെ നമ്മൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. ഈ തുലാഭാരം കഥാപാത്രത്തിന് അല്ലേ, തുലാഭാരം പടത്തിൽ ഉള്ള കഥാപാത്രത്തിനല്ലേ ശാരദമ്മയ്ക്ക് ഊർവശി അവാർഡ് കിട്ടിയത്? അതിനു മുമ്പ് സ്വയംവരം എന്ന് പറഞ്ഞിട്ടൊരെണ്ണം വന്നിട്ടുണ്ട്. അതിൽ ശാരദയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്വയംവരത്തിൽ ഞാൻ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ സ്വയംവരത്തിൽ എനിക്ക് അത്രയും കഷ്ടപ്പാട് തോന്നിയില്ല പറയാനായിട്ട്. തുലാഭാരത്തിലാണ് വളരെ ബുദ്ധിമുട്ട് തോന്നി. ഇങ്ങനെ താങ്കൾ ഡബ്ബിംഗ് വോയിസ് നൽകിയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർഫോമൻസ് അല്ലേ അവിടെ പോയി ചേരുന്നതും പിന്നെ ജൂറി ജഡ്ജസ് ഒക്കെ ഡിസൈഡ് ചെയ്യണതും ഈ പെർഫോമൻസിന് ഈ നടിക്ക് നമ്മൾ അവാർഡ് കൊടുക്കാം എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ അതൊരു ടോട്ടാലിറ്റി ആയിട്ട് അവരുടെ എക്സ്പ്രഷൻസും ശബ്ദമല്ലേ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു ഫെയിം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുന്ന എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ യാതൊരു അവാർഡും. പക്ഷേ ഞാൻ ശബ്ദം കൊടുത്ത ഒരു ആർട്ടിസ്റ്റിന് കിട്ടിയെങ്കിൽ അതെൻ്റെ ശബ്ദത്തിൻ്റെ മാത്രം കഴിവുകൊണ്ടായിരിക്കത്തില്ല. അവരുടെ കഴിവതിൽ പകുതി മുക്കാലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല എന്നാലും ഒരു ചെറിയൊരു ഇതില്ലേ, നമ്മളതിനെപ്പറ്റി എന്ത് ചിന്തിക്കാനാ? ഞാൻ ഡബ് ചെയ്യുമ്പോഴെപ്പോഴും ഞാൻ ഇതുപോലെ അവാർഡ് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഈ ഡബ്ബിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു അംഗീകാരം കിട്ടുമെന്നൊന്നും ഉദ്ദേശിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാലത്ത്, ഞാനിപ്പം വിട്ടിട്ട് കുറേ കാലമായി, എങ്കിലും ഞാൻ ചെയ്തിരുന്ന കാലങ്ങളിൽ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല. പിന്നെ ഇപ്പോൾ ശാരദയ്ക്ക് ഉർവശി കിട്ടിയപ്പോൾ കുറേ പത്രക്കാരും മാധ്യമങ്ങൾ അവരും ഒക്കെ കൂടെ ഇങ്ങനൊരു ബഹളം ഉണ്ടാക്കി. അതായത് ശാരദയുടെ അഭിനയം മാത്രമല്ല ശബ്ദം കൂടെ ഉണ്ടായിട്ടാണ് ഇങ്ങനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. ഒരുപാട് പത്രക്കാർ എന്നോട് ചോദിച്ചു. അപ്പോഴൊക്കെ ഞാനൊരു സമാധാനമേ പറഞ്ഞുള്ളൂ. ഞാൻ ഡബ് ചെയ്തെങ്കിൽ അത് എനിക്ക് അർഹിക്കുന്ന ആ എമൗണ്ട് ഞാൻ ചോദിച്ച് മേടിച്ചിട്ടാണ് ഞാൻ ഡബ് ചെയ്ത് കൊടുത്തത്. എൻ്റെ വോയിസ് ഞാൻ ശരിക്കും വിൽക്കുന്നു എന്ന് പറയുന്ന മാതിരി ആയിപ്പോയി. അപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ശബ്ദത്തിൽ പിന്നെയും പോയി അവകാശപ്പെടേണ്ട കാര്യം എന്താ? അതിനൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് വിട്ടിരുന്നു. നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സംസാരം ഉണ്ടാക്കണ്ട. എന്താ പ്രയോജനം അതിൽ? ശരി, എത്രയോ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ വർക്ക് ചെയ്യാത്ത ഒരു ഡയറക്ടറിൻ്റെ കൂടെ ഡബ്ബിംഗ് വോയിസ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും ചേച്ചിക്ക്. ഏത് ഡയറക്ടർ പറഞ്ഞു കൊടുത്തത് മാതിരി ചെയ്യാനോ അല്ലെങ്കിൽ ഡബ് ചെയ്യാനോ വളരെ പ്രയാസപ്പെട്ടത് ചേച്ചി? അങ്ങനെ പഴയ ഡയറക്ടേഴ്സ് ഒന്നും നമുക്കങ്ങനെ നമ്മളെ അടിച്ചേൽപ്പിച്ച് ഓരോന്ന് പറഞ്ഞ് തരാറില്ല. ഞാനൊക്കെ ഡ്രാമ സ്റ്റേജിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ ഈ ഡയലോഗ് ഇന്ന ട്രെൻഡിൽ സംസാരിക്കണം, ഇന്ന ആളോടാണ് ഇന്ന രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഏകദേശം നമുക്കതിനെപ്പറ്റി മനസ്സിലാകും. നമ്മൾ പറഞ്ഞു നോക്കും. പറഞ്ഞ് ശരിയായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണമെന്ന് പറയും. അതനുസരിച്ച് സംസാരിക്കും. അങ്ങനെ അല്ലാണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഏത് ഒരു ഡയറക്ടേഴ്സും പഴയ ഒരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഡബ് ചെയ്യാനും തോന്നിയിട്ടില്ല, അഭിനയിക്കുമ്പോഴും തോന്നിയിട്ടില്ല.
ഈ അഭിനയിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മിക്കവാറും ചേച്ചി ചെയ്തത് ഒരു ചേച്ചിയുടെ ക്യാരക്ടറോ അല്ല, അമ്മയുടെ ക്യാരക്ടർ. അമ്മയുടെ ക്യാരക്ടർ. ചേച്ചിയുടെ ക്യാരക്ടർ അതും കൂടിയല്ല. അല്ല, ചേച്ചിയുടെ ക്യാരക്ടർ കൂടെ അല്ല. ഞാൻ എൻ്റെ 62-ലാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത്. ശരിക്കും 62-ലാണ്. എന്തായിരുന്നു അന്ന് 22 വയസ്സുണ്ട്. 22 വയസ്സിൽ അമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ ബാലനടിയായിട്ടൊരു 3 പടം അഭിനയിച്ചിട്ടുണ്ട്, ഹീറോയിനായിട്ടൊരു പടം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മദ്രാസിൽ വന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരമ്മയുടെ റോളാണ്. ആ അമ്മയുടെ റോൾ അഭിനയിച്ച് പിന്നാണ് ഞാൻ ഒരു നടിയായിട്ട് എന്നെ അംഗീകരിച്ചത്. കാരണം ആ പടം വേലിത്തമ്പി ദളവാന്ന് പറയും. ആ പടം ആ കാലത്ത് ഒരു 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ പടമാണ്. എൻ്റെ അഭിനയം കൊണ്ടല്ല, പക്ഷെ ആ പടം ഓടിയത് കൊണ്ട് അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഒരമ്മ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്നെ ഓർമ്മ വരുന്നു. അങ്ങനെ 62 മുതൽ ഞാൻ അമ്മയുടെ റോള്, അമ്മായിയമ്മയുടെ റോള്, അമ്മുമ്മയുടെ, അതായത് മുത്തശ്ശിയുടെ റോള്, അങ്ങനെ ആ ലെവലിൽ പോകുന്നു. അല്ലാണ്ട് ഈ ചേച്ചി അനിയത്തി ആ ലെവലിൽ വന്നിട്ടില്ല. എന്ത് തോന്നിയപ്പോ? എനിക്ക് ഒരു ഏജ് അല്ലല്ലോ. അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നെന്ന് വരില്ല. പിന്നെ നമ്മളെ തേടി വരുന്നത് നമ്മൾ അംഗീകരിക്കുക, അതുകൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് ജീവിതം. ആ ജീവിതത്തിൽ നമുക്കൊരു മനസ്സമാധാനം, സന്തോഷം വരണമെങ്കിൽ അത് നമ്മൾ പഠിക്കണം. നമുക്ക് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായി കൈകാര്യം ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു മനസ്സിന് തൃപ്തി വരുള്ളൂ. ഞാനല്ല ഇപ്പോൾ അമ്മയുടെ വേഷം വേണ്ട, ഇനി ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇന്ന വേഷമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ വീട്ടിൽ. കാരണം അന്നത്തെ ഹീറോയിൻസിൻ്റെ ആ ലെവൽ, അവർ ഓരോ ഹീറോയിൻസിനെയും സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ രീതിയിലായിരുന്നു. ഇന്നത്തെ മാതിരി വരുന്നവർക്കും പോകുന്നവർക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. ആ കാലങ്ങളിൽ വളരെയധികം സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയത് ഈ അമ്മയുടെ റോളാണ്. അഭിനയത്തോട് അത്രയും താല്പര്യമുണ്ട് എനിക്ക് വളരെയധികം. ഞാൻ ചെറുപ്പം മുതലേ, അതായത് ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഞാനൊരു ഡാൻസ് ആർട്ടിസ്റ്റായിരുന്നു. എനിക്ക് അന്ന് മോഹം ഒരു വലിയ ഡാൻസ് ആർട്ടിസ്റ്റ് ആകണം. അതായത് ലളിതാ പത്മിനിമാരുടെ ഡാൻസ് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു അവരെ പോലെ ഡാൻസ് ചെയ്യണം, അവരെ പോലെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യണം, അവരെ പോലെ സിനിമയിൽ ഡാൻസറായിട്ട് വരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതൊന്നും എനിക്ക് നടന്നില്ല. പിന്നെ ഞാൻ അമച്വർ ഡ്രാമാസ്, അതിന്റെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ഒരു? എനിക്ക് അങ്ങനെ ഒരു അധ്വാനമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഡ്രാമ സ്റ്റേജുകളിൽ അമച്വർ ഡ്രാമാസൊക്കെ നിറയെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 1-2 പടങ്ങളിൽ എനിക്ക് ഡാൻസ് റോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ വരുന്ന അന്ന് ഇതുപോലെ നിറയെ പ്രൊഡ്യൂസർമാരില്ല, നിറയെ സ്റ്റുഡിയോ ഇല്ല. അപ്പം വളരെ സെലക്റ്റീവായിരിക്കും വരുന്നവരും പോകുന്നത്. അവർ കണ്ടിട്ട് കൊള്ളാമല്ല, മറ്റേ ഇന്ന ക്യാരക്ടറിന് ഈ കുട്ടി നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത പടത്തിന് വിളിക്കുക. അങ്ങനെയാണ് ഒരു 4 പടം ഞാൻ ഡാൻസ് ചെയ്ത് ചെറിയ റോളൊക്കെ അഭിനയിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ പറയും, കേരളത്തിലെ ഉദയ സ്റ്റുഡിയോയുടെ ചാക്കോച്ചൻ്റെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, കോശി സാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിനാണ് എന്നെ ഹീറോയിനായിട്ട് ബുക്ക് ചെയ്തത്. ഹീറോയിനായിട്ട് ബുക്ക് ചെയ്തു. എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോ പുതുമുഖം, എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. പടം അതുപോലെ പോവുകയും ചെയ്തു, ഓടിയിട്ടുമില്ല. അതോടെ ഹീറോയിൻ്റെ റോൾ അവിടെ അവസാനിച്ചു. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. ആ പടത്തിലൊരു ഡാൻസ് റോൾ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, എന്നെ വിളിപ്പിച്ചത്. പക്ഷെ ഞാൻ മാത്രമായിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റിയില്ല. ഞങ്ങൾ ഫാമിലിയോടുകൂടിയാണ് വന്നത്. അതായത് ഞങ്ങൾ 5 പെൺകുട്ടികളാണ് എൻ്റെ അച്ഛനും ഞങ്ങൾ 5 പേരും. അപ്പോൾ എന്നെ തനിയെ അയക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങളുടെ ഫാമിലി അങ്ങനെ മദ്രാസിലേക്ക് വരികയായിരുന്നു. അതിന് കുറച്ച് ടൈം എടുത്ത് ഇവിടെ വന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് വാസു സാറിൻ്റെ പടമായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ആ റോള് വേറെ ഒരു ഡാൻസ് ആർട്ടിസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും മലയാളം പറയുന്ന ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്ന് ഇവിടെ മദ്രാസിൽ വന്നല്ലോ, ഇവിടെ സെറ്റിൽ ചെയ്യുക, തീർച്ചയായിട്ടും പടങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇവിടെയാണ്, അതുകൊണ്ട് ഇത് കിട്ടിയില്ല നമ്മൾ തിരിച്ച് പോകരുത്, ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. സെറ്റിൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു സത്യപാലൻ ചേട്ടൻ എന്ന് പറയും, അതായത് വേലിത്തമ്പി ദളവായെടുത്തത്. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യപാലൻ ചേട്ടൻ്റെ സിസ്റ്റേഴ്സ് തന്നെ 3 പേരുണ്ട്, ലളിത, പപ്പിനി, രാഗിനിമാർ. അത് ലളിത ചേച്ചി മാത്രമേ കല്യാണം കഴിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ മറ്റ് സിസ്റ്റേഴ്സുണ്ട്, സുകുമാരിയുണ്ട്, അംബികയുണ്ട്, ഇവരെല്ലാം ആ പടത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല ചെറുപ്പക്കാരുടെ റോളുകളാണ്. ബാക്കി വന്നു ഒരു അമ്മയുടെ റോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സത്യപാലൻ ചേട്ടൻ പറഞ്ഞു, ഓമനെ എങ്ങനെ ഈ വയസ്സിയുടെ റോൾ എടുക്കും, ഇഷ്ടമാണോ എടുക്കാനെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, വയസ്സിൻ്റെ റോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു.
അപ്പം നമ്മുടെ അടൂർ ഭാസ് ചേട്ടനുണ്ട്, ഭാസ് ചേട്ടനാണ് അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഭാസ് ചേട്ടന് വന്നിട്ട് എന്നെ കണ്ടിട്ട് പറഞ്ഞു, വലിയ മണ്ടത്തരമല്ലേ ചെയ്യുന്നത്, ഒരു വൈസിയുടെ റോൾ എടുത്തെന്ന് പറഞ്ഞ് വൈസിയൊന്നും ആവില്ലല്ലോ, ഒരു ചാൻസ് നല്ല നല്ല ചാൻസ് അല്ലേ, അതെന്തിനാണ് കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ഇന്ന റോളെ എടുക്കൂ, ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന റോൾ ഏതായാലും അത് നന്നായിട്ട് ചെയ്യാൻ പഠിക്കുക, അതാണ് ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വയസ്സിയുടെ റോൾ ചെയ്യണമെന്ന് ഞാൻ പറയല്ല, നീ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് ഈ ഒരു കാരണമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി നമ്മൾ മദ്രാസിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാണ്ട് പിന്നെ ഹീറോയിൻ കിട്ടിയേ ഞാൻ അഭിനയിക്കും അല്ലെ ഡാൻസ് ആർട്ടിസ്റ്റ് അഭിനയിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ, തമിഴ്നാടല്ലേ, നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാണ്, അപ്പോൾ എന്തിനു നമ്മൾ ആ ചാൻസ് കളയുന്നത്, ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. ആ പടം നന്നായിട്ട് ഓടി. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ എനിക്കൊരു അമ്മ വേഷത്തിന് വേണ്ടി ഞാൻ ഒരുത്തർക്കും പോകേണ്ടി വന്നിട്ടില്ല, ചോദിക്കേണ്ടി വന്നിട്ടില്ല. അതെ, കണ്ടിന്യൂസ് ആയിട്ട് അമ്മയുടെ റോളിന് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. അമ്മ, അമ്മുമ്മ, അങ്ങനെ അമ്മായിയമ്മ, അങ്ങനെ ഒരുപാട് റോളുകൾ. ആ സമയത്ത് ആരും തന്നെ ഈ നരയിട്ട് ഒരു അമ്മയായിട്ട് അഭിനയിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളുകളായിരുന്നില്ല അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ. അതുകൊണ്ട് ഞാനങ്ങ് അഭിനയിച്ചു, ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുന്ന മാതിരി ഞാനങ്ങ് അഭിനയിച്ചു. അതിനോടൊപ്പിച്ച് എനിക്ക് ഡബ്ബിങ് കിട്ടി, അവിചാരിതമായിട്ടാണ് ഒരു ഡബ്ബിങ് കിട്ടിയത്. അതൊരു തെലുങ്ക് പടം ഞാൻ മലയാളത്തിലേക്ക് ഡബ് ചെയ്തതാണ് ആദ്യമായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ വേറെ മറുഭാഷകളിൽ നിന്ന് വന്ന ഹീറോയിൻസിന് ഡബ് ചെയ്യാനായിട്ട് അപ്പോഴൊക്കെ മറുഭാഷകളിൽ നിന്ന് വന്ന നടിമാരായിരുന്നില്ലേ അപ്പോൾ കൂടുതലും അന്നുണ്ടായിരുന്നത്? അന്ന് ഷീല തന്നെ വന്നപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ പടത്തിന് മലയാളിയാണ് അവരഭിനയിച്ചു, പക്ഷേ അവരുടെ പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയല്ല, ശുദ്ധ മലയാളമായിരുന്നില്ല, തമിഴ് മിക്സ് ചെയ്ത മലയാളമായിരുന്നു. അതുകൊണ്ട് അത് എൻ്റെ അടുക്ക പറഞ്ഞു ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പടത്തിന് ഞാനാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ആർട്ടിസ്റ്റുകൾ പിന്നെ വന്നു, വിജയ നിർമ്മല, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, വിജയശ്രീ, വിജയ നിർമ്മല, അങ്ങനെ നിറയെ പേരുണ്ട്. അവരെല്ലാം തമിഴും തെലുങ്കും എല്ലാ ആർട്ടിസ്റ്റുകളാണ്. മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണ്. അവരും അഭിനയിക്കുമ്പോഴും എന്നറിയാം, ആ ഡബ്ബിങ് എല്ലാം കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അവർ ആ ലിപ്പ് മാത്രം കറക്റ്റായിട്ട് കൊടുക്കും. പ്രൊനൗൺസിയേഷൻ ശരിയല്ലെങ്കിൽ തന്നെ എത്ര ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച് ആർട്ടിസ്റ്റ് ആരാണ് ചേച്ചി? നന്ദിത ബോസ്. നന്ദിത ബോസിൻ്റെ മലയാള പ്രൊനൗൺസിയേഷൻ നമുക്ക് ലിപ്പും അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ ബംഗാളി സ്ത്രീയാണ്, പക്ഷെ അവർ പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതും ചെയ്തുവല്ലോ, ചെയ്യണമല്ലോ നമ്മള്. പിന്നെ ഹിന്ദിയിൽ വഹിദ റഹ്മാൻ ചെയ്തു, പിന്നെ ലില്ലി ചക്രവർത്തി പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, അവർ അങ്ങനെ അവർ കുറേ ഹിന്ദി ആൾക്കാർ വന്ന് അവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഒരു തമിഴ് അറിയാവുന്ന ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മലയാളം പറയുമ്പോൾ കുറച്ചും കൂടി ന്യൂ അല്ലേ, എവിടെയാണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കേണ്ടത് എവിടെയാണെന്നൊക്കെ. പക്ഷേ ഈ ഗ്യാപ്പ് കൊടുക്കേണ്ടത് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സോ പറഞ്ഞു കൊടുത്താൽ തന്നെയും ചില എമോഷൻ സീൻസിന് അവൻ അറിയാണ്ട് ചില ഗ്യാപ്പ് വിട്ടുകളയും. ആ ഗ്യാപ്പ് എല്ലാം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യണം, അത് നമ്മുടെ ചുമതലയാണ്. പിന്നെ അവർ ചിരിക്കുമ്പോൾ ആ ചിരിക്കുന്നത് അവർ ഏത് എമോഷനിൽ ചിരിക്കുന്നോ ആ എമോഷൻ നമ്മളിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതേപോലെ ചിരിക്കണം. കരയുമ്പോഴും അതുപോലെ തന്നെ. അതൊക്കെ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് അഭിനയിക്കാനാണ് നമുക്ക് കൂടുതൽ ഈസി ഡബ്ബിങ്ങിനേക്കാളും. കാരണം അഭിനയിക്കുമ്പോൾ നമ്മൾ ഡയലോഗും അഭിനയം എല്ലാം കൂടെ ഒന്നിച്ചു വരും. ഇതങ്ങനെയല്ല, നമ്മളൊരു മൈക്കിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് അവരഭിനയിക്കുന്നത് കണ്ട് അതുപോലെ അഭിനയിച്ച് ആ എമോഷൻ സീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കണം. സംസാരിക്കുക മാത്രമല്ല, ആ ലിപ്പ് എവിടെ പോകുന്നു ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ശരിക്കും കഷ്ടപ്പാടാണ് ഡബിങ്. ആക്ച്വലി ഈ കൊല്ലം തൊട്ട് വോയിസ് ഓവർ കൊടുക്കണ ആൾക്കാർക്ക് അവാർഡ് കൊടുക്കണം എന്ന ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഈ കൊല്ലം തൊട്ടല്ലല്ലോ, 92 മുതൽ കൊടുക്കുന്നില്ലേ സംസ്ഥാന അവാർഡ്, നമ്മുടെ കേരള നാഷണൽ അവാർഡ്സ് പറയുന്നത് കേരള അവാർഡ്സ്. പക്ഷെ നാഷണൽ അവാർഡ്സ് പറയുന്നുണ്ട് കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ ഇപ്പൊ കൊടുക്കണം എന്ന് പറഞ്ഞത് അതിന്റെ ഒരു കോൺട്രാസ്റ്റ് ബദലല്ലേ? ഏതിന്റെ കോൺട്രാസ്റ്റ്? അത് ആദ്യം ഉർവശി ശാരദയ്ക്ക് കിട്ടിയപ്പോ ഉർവശി ശാരദയുടെ ഞാൻ അവകാശപ്പെടുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് അവർ ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അംഗീകാരം വേണം. അന്ന് ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ ശബ്ദം കൊടുക്കുന്നു എന്ന് വെളി പറയാറില്ല, ഡബ് ചെയ്യുന്നു എന്ന് ഒരുത്തരും വെളി പറയാറില്ല.
പിന്നെ ഇന്നാണെങ്കിൽ എല്ലാ ഡബ് ചെയ്യുന്ന സകലരുടെയും പേര് ടൈറ്റിലിൽ വരുന്നുണ്ട് ഇല്ലേ? പിന്നെ മാധ്യമങ്ങളാണെങ്കിൽ ഇപ്പോൾ ഉള്ള മാതിരി അന്ന് പ്രോത്സാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം ആരും പറഞ്ഞറിയില്ല. ഇപ്പം ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഒരു ആർട്ടിസ്റ്റോ പറഞ്ഞാൽ മാത്രമേ അവരുടെ വോയിസ് ഡബ് ചെയ്യുന്നു എന്നറിയുള്ളൂ. അങ്ങനെയായിരുന്നു ആ കാലം. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയി അംഗീകാരം ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന്. ഇന്ന് അതല്ല, ഇന്ന് എല്ലാവർക്കും അറിയാം. ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാലും പറയും ഇത് ഡബ്ബിങ് ആണല്ലോ, അല്ലെങ്കിൽ ഇത് ഇന്നരാണല്ലോ ഡബ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് അവർ പറയും. അവർ പേപ്പറിൽ കൂടെ വായിക്കുന്നു, പിന്നെ ടി വിയിൽ കാണുന്നു, സിനിമയിൽ കാണുന്നു, പേരുകൾ അറിയുന്നു, എല്ലാവർക്കും അറിയാം. ഈ പഴയ പെർഫോമൻസസും ഇപ്പോഴുള്ള ഈ പുതിയ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസും കാണുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഉണ്ടോ? എനിക്ക് ഇപ്പോൾ അഭിനയിക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ അസൂയ തോന്നുന്നു. അത്ര ഫ്രീ ആണ് അവർ. കാരണം അവർക്ക് ഫ്രീ ആയിട്ട് അഭിനയിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഡയറക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ ഒരുപാട് ഹെൽപ്പുണ്ട് അവർക്ക്. ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനല്ലായിരുന്നു. ഈ പഴയ സ്റ്റോറികളൊക്കെ എടുത്ത്, അതായത് ബുക്കുകളിൽ വരുന്ന കഥകളെടുത്ത് അത് സ്ക്രിപ്റ്റായിട്ട് ആക്കിയിട്ട് അതിൽ നിന്ന് ഒരു വാക്ക് നമ്മൾ മാറ്റി പറയാൻ ഒരു ഡയറക്ടേഴ്സ് സമ്മതിക്കില്ല, ഒരു റൈറ്ററും സമ്മതിക്കില്ല. അതുപോലെ തന്നെ ഈ മൈക്ക് എന്ന് പറഞ്ഞ സാധനം ഇന്ന് എവിടെ വേണമെങ്കിൽ വെച്ച് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം. പണ്ട് ഞങ്ങളുടെ തലയുടെ മുകളിലാണ് തൂങ്ങിക്കിടക്കുന്ന ഈ മൈക്ക്. അത് ഒരു കമ്പി ഇങ്ങനെ കൊണ്ടുവരും, ഒരു ബൂം അത് കമ്പിലിങ്ങനെ തൂക്കി അവിടെ ഇടും. നമ്മൾ അറിയാതെ ആ ഒരു ഏരിയ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ശബ്ദം കിട്ടില്ല. അതുമല്ല, ഈ അറിയാതെ മൈക്കിൻ്റെ ആ കമ്പ് ഒന്ന് താന്നു കഴിഞ്ഞാൽ റീടേക്ക്. അങ്ങനെ എന്തെല്ലാം ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ധാരാളം ആർട്ടിസ്റ്റിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വളരെയധികം റെസ്ട്രിക്ഷൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഡയറക്ടേഴ്സ് ഒന്നും ഫ്രീ പറയാൻ സമയം റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ പെർഫോമൻസസ് ബെറ്റർ ആയിരിക്കണം, കുറെ കൂടെ നാച്ചുറാലിറ്റി. ഞങ്ങളൊക്കെ പണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ സ്ട്രിക്റ്റ്. ഇന്ന ഡയലോഗ് ഇന്നടത്ത് ഇന്ന പോലെ പറയാവൂ. അറിയാതെ പോലും നമ്മൾ ഒരു മൂളൽ പോലും അതിൻ്റെ ഇടയിൽ ഇടാൻ പാടില്ല. ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അറിയാതെ എന്ന് പറഞ്ഞു പോയെങ്കിൽ അതെന്തിനാ അതോടെ വരണ്ടായിരുന്നല്ലോ, ആ ഡയലോഗ് മാത്രം മതിയായിരുന്നല്ലോ എന്ന് പറയും. ഇന്നതല്ല, ഒരു ഡയലോഗ് അവരുടെ ഇടയിലോട്ട് കൊടുക്കും, നിങ്ങൾ പറഞ്ഞോ എന്ന് പറയും. അവർ ഫ്രീ ആയിട്ട് അടിച്ചു പറയും. അത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് അസൂയ തോന്നാറുണ്ട്. എന്ത് സ്വാതന്ത്ര്യം അവർക്കൊക്കെ, ആ മൂവ്മെൻറ്റ്സിന് എല്ലാത്തിനും. ഞങ്ങളൊക്കെ പിടിച്ച് കെട്ടിയിരുത്തുന്ന മാതിരിയൊക്കെ അല്ലേ, അങ്ങോട്ട് ആ വര, ആ ഒരു വര ഇട്ട് തരും, മാർക്ക് ഇട്ട് തരും. ഈ വര നിന്ന് അങ്ങോട്ട് പോകരുത്, അവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോയാൽ സൗണ്ട് കിട്ടുകയില്ല, അവിടെ പോയാൽ ലൈറ്റ് കിട്ടുകയില്ല. ഇങ്ങനെ പലത് ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടായിരിക്കും നമ്മളെ ഇരുത്തുന്നത് അല്ലെ നടത്തുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കാണും. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അവിടെ ലൈറ്റ് പോയോ അല്ലെങ്കിൽ അവിടെ പോയോ എന്നുള്ള ആ തോന്നലോടുകൂടിയായിരിക്കും നമ്മൾ അഭിനയിക്കുന്നത്. പിന്നെ അങ്ങ് അഭിനയിച്ചു പോകുന്നു. ഇപ്പൊ ചിലരുടെ പേര് ഞാൻ പറയും, ഉടനെ ചേച്ചിക്ക് മനസ്സിൽ എന്താ തോന്നുന്നത് വെച്ചാൽ ഒരു വാക്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സെന്റൻസ് ഓൾസോ. നോക്കാം. സത്യം മാസ്റ്റർ. സത്യം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അജയ്യനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആ കാലത്തും നാച്ചുറലായിട്ട് അഭിനയിച്ചിരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ സൗണ്ട് കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പുരുഷൻ എന്ന് പറയത്തില്ലേ, അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. കൊട്ടാരക്കര ശ്രീധരൻ നായർ. കൊട്ടാരക്കരച്ചൻ്റെ ശബ്ദം നമുക്ക് മുഴങ്ങുന്ന ശബ്ദം, അതായത് ഇടി വെട്ടുമ്പോഴുള്ള ഒരു ശബ്ദമില്ലേ, ആ ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യത അത് മറ്റൊരു ആർട്ടിസ്റ്റിനും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേം നസീർ. പ്രേം നസീറിനെ പറ്റി പറയാൻ 1000 നാക്ക് വേണമെന്ന് പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കാൾ കൂടുതൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആ ഒരു സുഖമാണ് ഇന്നും മനസ്സിൽ നിൽക്കുന്നത്. അത്ര ഒരു എനിക്കതിനൊരു വാക്ക് പറയാനില്ല, അത്ര ഒരു നല്ല മനുഷ്യൻ മധു സാർ കുറെ കൂടെ ഒരു കാരണവരായിട്ടുള്ള ഒരു മാസ്റ്റർ മാതിരിയും കുറച്ചുകൂടെ ഒരു ഇരുത്തം വന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അമരീഷ് പുരി. ഞാൻ അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടില്ല, എന്നാലും പടങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അമരീഷ് പുരി ഒരു മുഖാംബോ ഖുഷ്വ, അത് മുഖത്ത് ഈ വസൂരിക്കലൊക്കെ ഉള്ള മുഖത്ത് അതല്ല, അത് ഓംപുരിയാണ്. ഓംപുരിയാണ്. ഈ മിസ്റ്റർ ഇന്ത്യയില് അറിയാം, ഇപ്പം മനസ്സിലായി. പക്ഷെ എനിക്ക് ഒരു ഭയമാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പേടി തോന്നിക്കുന്ന ഒരു രൂപവും ഭാവവും ഒക്കെയാണ്. ശിവാജി ഗണേശൻ. അഭിനയത്തിൽ എല്ലാം മുഖത്ത് വരുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലേ ശിവാജി ഗണേശൻ എന്ന് പറയുന്നത്. എല്ലാം നവരസങ്ങളും
ഈസി ആയിട്ട് മുഖത്ത് വന്നു പോകുന്ന ഒരു ആർട്ടിസ്റ്റല്ലേ രജനീകാന്ത്. രജനീകാന്ത് അഭിനയത്തെക്കാൾ കൂടുതൽ അങ്ങനെ ചില മാജിഷ്യൻ കാണിക്കുന്ന മാതിരി ചില മാജിക്കുകളും നടക്കുന്നത്, കൈയുടെ വേഗം, മുഖത്തിൻ്റെ വേഗം, കൈകാലും മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും ഒരു അഭിനയത്തെക്കാൾ കൂടുതൽ ഒരു മെജിഷ്യൻ്റെ വേലകളാണ് കൂടുതലും നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത്. പിന്നെ ഇത്രയും വർഷമായിട്ടും ഇന്നും ഒരു 28 വയസ്സ് 30 വയസ്സുള്ള ആളിനെ എൻ്റെ ആ ഒരു അങ്ങയുടെ പ്രൊനൗൺസിയേഷനെ കുറിച്ച് ഒന്നും പറയാനില്ല, അത് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. പ്രൊനൗൺസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും സ്പീഡായിട്ട് സംസാരിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല, മനസ്സിലാവില്ല, വളരെയധികം സ്പീഡ്. സാവിത്രിയമ്മ നല്ല ശരിക്കും ഒരു അഭിനയ തിലകം തന്നെയാണ്. എനിക്ക് സാവിത്രി ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. സുകുമാരി ചേച്ചി, സുകുമാരിയെ മാതിരി വർക്ക് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ഇത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ മലയാളത്തിൽ കണ്ടിട്ടില്ല. ഏത് വേഷം, ഏത് ഭാവം, ഏത് സ്ഥലം, എങ്ങനെയൊക്കെ വേണം, അതൊരു തികഞ്ഞ ഒരു നടി. അതുപോലെ ഒരു നടിക്ക് എനിക്ക് തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നടിയുണ്ടെന്ന് തോന്നുന്നില്ല. അത്രയധികം വേഷങ്ങളും ഭാവങ്ങളും സംസാരവും പിന്നെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനുള്ള ഒരു കഴിവ്, അതൊരു അസാധ്യ ഒരു കഴിവാണ്. അവരെമാതിരി ഒരു ആർട്ടിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. മഞ്ജു വാര്യർ. മഞ്ജു വാര്യരായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. കണ്ടിട്ടില്ലേ? പടങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റാണ്, നല്ല അഭിനയ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അഭിനയത്തെ പറ്റി മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ഈ മറ്റ് നമ്മുടെ കൂടെ അഭിനയിച്ചവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം നമുക്ക് പറയാൻ സാധിക്കും. സിനിമയിൽ ഇങ്ങനെ അഭിനയം മാത്രം കണ്ടിട്ട് അവരുടെ അഭിനയം എന്ന് പറയാനൊക്കെയുള്ളൂ. ഇപ്പോ അഭിനയിക്കുന്ന ഈ മീര ജാസ്മിനോ മീര ജാസ്മിനോ ഒക്കെ ഇത്ര കൊച്ചു കുട്ടികളല്ലേ, ഇത്ര അധികം അല്ല നവ്യ നായറിനോ ഒരു ഡബിങ് വോയിസ് കൊടുക്കണം എന്ന് ചോദിച്ചാൽ ചേച്ചി എന്ത് ചെയ്യും? ഞാൻ കൊടുക്കില്ല. അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും? എൻ്റെ മക്കളുടെ പ്രായമാകുന്ന എൻ്റെ മക്കളുടെ മക്കളാകാൻ പ്രായമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മീര ജാസ്മിനൊക്കെ എന്ത് പ്രായമുണ്ട്? 10-20 വയസ്സ് കാണുമായിരിക്കും അല്ലേ? ആ കുട്ടികൾക്കൊക്കെ പോയി എൻ്റെ വോയിസ് ചേരുമോ? നമ്മൾ അതാലോചിക്കണ്ടേ. എപ്പോഴും നമ്മൾ ഡബ് വോയിസ് കൊടുക്കുമ്പോൾ ശരീരവും ശബ്ദവും അതിന് മാച്ചായിരിക്കണം. അല്ലാണ്ട് ഒരു ഇത്രയേ ഉള്ളൊരു കൊച്ചു കുട്ടിക്ക് പോയി നല്ല ഒരു ഹെവി ആയിട്ടുള്ള ശബ്ദം കൊടുത്താൽ ഒരിക്കലും ചേരില്ല. അങ്ങനെ ചേരുകയാണെങ്കിൽ മാത്രമേ ആ ഡബിങ് നന്നായിരിക്കുള്ളൂ. ശരിയാണ്. ആ ശരീരത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണെന്ന് തോന്നണം, ആ തോന്നലുണ്ടാക്കണം. ആ ഉണ്ടാക്കണമെങ്കിൽ അതേ രൂപം ആയിരിക്കണം. വളരെ ഇഷ്ടപ്പെട്ട ഹീറോ ആരാണ്? പ്രേം നസീർ. ഹീറോയിൻ? ഷീല. ഞങ്ങൾ അഭിനയിച്ചപ്പോൾ ഉള്ള ആളുകളല്ലേ എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഉള്ളവരെ പറഞ്ഞിട്ടത് ഇപ്പോൾ ഉള്ളവരെ പറയാൻ വേണമെങ്കിൽ ഇപ്പോൾ ഉള്ള ഹീറോയിൻസ് എത്ര പേരുണ്ട്? അന്നത്തെ വളരെ കുറച്ചേ ആളുകളുണ്ടായിരുന്നുള്ളൂ. ഇനിയുള്ള തലമുറയ്ക്ക് ഇപ്പോൾ ഉള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനോ പറയാനുള്ളത് എന്താണ്? നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ ഇപ്പം പറയാനുള്ളത് എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തിനായി ഉപദേശിക്കുന്നത്? ഉപദേശം ആർക്കെങ്കിലും ഇഷ്ടമാണോ? എന്നെ ഉപദേശിച്ചാൽ എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ഉപദേശിച്ചാൽ അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഈ ആർട്ടിസ്റ്റുകളെ നമ്മൾ ഉപദേശിക്കാൻ ആരാ? അവരെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ മനസ്സിൽ എന്തു തോന്നുന്നോ അത് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്തൊരു ഉപദേശം കൊടുത്ത് ഒരു ശത്രുത ഞാൻ കൈയെടുക്കണോ? ശരി. സിനിമയിൽ വന്നത് അബദ്ധമായി പോയി ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, സന്തോഷാണ്, വളരെ ഞാൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ, എവിടെയോ എന്തോ. എനിക്ക് സിനിമ ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാക്കിയിട്ടില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തി, അങ്ങനെ അത് തോന്നിയിട്ടുള്ളൂ. വളരെ നന്ദി സ്നേഹപൂർവ്വത്തിൽ വന്നതിന്. താങ്ക് യു.